വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വയറ്, കഴുത്ത്, ബ്രസ്റ്റ്, വജൈന, കൺതടം എന്നിങ്ങനെയുള്ള ശരീരഭാഗങ്ങളിൽ, ഈ ഒരു 5 ശരീരഭാഗങ്ങളിൽ ഞാൻ പറയുന്നത് പോലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് തുടർച്ചയായിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇംപ്ലാന്റേഷൻ നടന്നു എന്നാണ് കേട്ടോ. ആ ലക്ഷണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരു ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ, ഓവുലേഷൻ ഡേറ്റിൻ്റെ കാൽക്കുലേഷൻ, പ്രത്യേകമായിട്ട് എന്തെങ്കിലുമുള്ള ഡയറ്റ് ടിപ്സ്, എക്സസൈസ് ടിപ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം അക്കൗണ്ടിൻ്റെ ഫെസിലിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്തിട്ട് 89 രൂപയ്ക്കോ 159 രൂപയ്ക്കോ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക. ശേഷം ഒന്നുകൂടി ചാനൽ വിസിറ്റ് ചെയ്ത് ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ കൊടുത്തതിന് കഴിഞ്ഞിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതായത് നമ്മൾ ഹോം, വീഡിയോസ് എന്നിങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പോസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ടെലിഗ്രാമിൻ്റെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടി മാത്രം ആ ഒരു പോസ്റ്റിൻ്റെ ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ടെലിഗ്രാം അക്കൗണ്ടിലോട്ട് പോകുന്നതായിരിക്കും കേട്ടോ. ഇവിടെ ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണം നിങ്ങൾക്ക് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യവും കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. പോകുന്ന രക്തം വളരെയധികം കുറവാണെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ആ 5 ശരീര അവയവങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ബീറ്റിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ മിടിപ്പ് പോലെ, ഒരു പാൽപിറ്റേഷൻ പോലെ ഫീൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ വയറിൻ്റെ ഭാഗം, കഴുത്ത്, ബ്രസ്റ്റ്, വജൈന, കൺതടം ഈ ഭാഗങ്ങളിൽ ഒരു തുടിപ്പ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഹാംലെസ് ആയിട്ടുള്ള വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണം അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ചേഞ്ച് ആണ് ഈ തുടിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു മിടിപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ ആണ് ബ്ലഡ് ഫ്ലോ കൂടുന്നത്. നമ്മൾ ബ്ലഡ് ഫ്ലോ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് എംബ്രിയോനെ നറിഷ് ചെയ്യുന്ന ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ബാക്കിയുള്ള എല്ലാ ശരീര അവയവങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും 10 to 20 ബീറ്റ്സ് പെർ മിനിറ്റ് ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് നോർമലി ഒരു മനുഷ്യ ശരീരത്തിൽ മിടിപ്പ് ഉണ്ടാകുന്നതിനെ, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിനേക്കാളും 10 to 20 വരെയും ബീറ്റ്സിലെ വ്യത്യാസം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള അവയവങ്ങളിൽ മിടിപ്പ് അനുഭവപ്പെടാം. അടുത്തതായിട്ട് നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ടിൽ വരുന്ന വ്യത്യാസം, അതായത് നമ്മുടെ ഹൃദയം നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഹാർട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ഫ്ലോ നല്ലതുപോലെ പ്രഷറിൽ സപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പ്ലസന്റയിലോട്ട് യൂട്രസിലോട്ട് പറഞ്ഞിട്ട് ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. ഇതുകൊണ്ട് ഈ ഒരു മിടിപ്പ് പോലെ നിങ്ങൾക്ക് വയറിൻ്റെ ഭാഗത്തൊക്കെ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ ആണ് ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. പ്രൊജസ്ട്രോണിന്റെ ലെവല് ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ചിട്ട് ബ്ലഡ് വെസൽസിന് ഇത് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. ഇതുകൊണ്ട് BP കുറയാനും ഹാർട്ട് ബീറ്റ് കൂടാനുമായിട്ടുള്ള ചാൻസസ് നമുക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പല ആളുകളും ഹാൻഡ് പൾസ് വെച്ചിട്ടും നെക്കിലെ പൾസ് വെച്ചിട്ടും പ്രഗ്നൻസി കൺഫേം ചെയ്തു എന്ന് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടില്ലേ. അതൊക്കെ ഇതുകൊണ്ടാണ് കേട്ടോ. ഒരു ബീറ്റിൽ വരുന്ന വ്യത്യാസം കൂടുന്നത് കൊണ്ടാണ് കേട്ടോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവായി ഫ്യൂച്ചറിൽ നിങ്ങളുടെ ബെല്ലീസൊക്കെ ഗ്രോ ആകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും മേജർ വെയിൻസിനൊക്കെ ഒരു പ്രഷറിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടും ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിനെയും റിട്ടേണിനെയും അത് അഫക്റ്റ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ടും നന്നായിട്ട് മിടിപ്പ് കൂടുന്നത് പോലെ നിങ്ങൾക്ക് പല ശരീര അവയവങ്ങളിലുമൊക്കെ അനുഭവപ്പെടാം കേട്ടോ. പിന്നീടുള്ള റീസൺ എന്ന് പറയുന്നത് അനീമിയയും അതുപോലെ BP ഉണ്ടാകുന്ന വേരിയേഷനുമാണ്. അനീമിക് ആവുന്ന സിറ്റുവേഷനിലും അതുപോലെ ഹാർട്ട് നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ BP വളരെയധികം കുറയുന്നു പോയി കഴിഞ്ഞാലും ഇതേപോലെ തന്നെ വർക്ക് ഉണ്ടാകേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അടുത്ത റീസൺ ആണ് ആൻസൈറ്റി. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മിടിപ്പിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ കൂടെ പോകുമ്പോൾ നമുക്കറിയാലോ ഹാർട്ട് ബീറ്റ് ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുമ്പോൾ ഈ ഹാർട്ടിൽ നിന്നുള്ള മിടിപ്പ് നമുക്ക് ഫീൽ ചെയ്യുക മാത്രമല്ല, നേരെ മറിച്ച് ബാക്കിയുള്ള അവയവങ്ങളിലൊക്കെ ഈ ഒരു വ്യത്യാസം വയറിൻ്റെ ഭാഗത്തും അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്തും കൈയുടെ ഭാഗത്തും ഒക്കെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ.
അതുപോലെ തന്നെ നമ്മളിലുണ്ടാകുന്ന കൂടുതലായിട്ട് എടുക്കുന്ന കഫേൻ്റെ യൂസേജ്, അതായത് നമ്മൾ കൂടുതൽ കോഫി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ കഴിക്കുന്ന കോഫി ഡ്രിങ്ക്സ് കുടിക്കുന്നത് മാത്രമല്ല ബാക്കിയുള്ള കഫേൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഏതൊക്കെ ശരീര അവയവങ്ങളിൽ ഇത് ഉണ്ടാകുന്നുണ്ടെന്ന് നോക്കാം. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഭാഗത്ത്, നമ്മുടെ അബ്ഡോമൻ്റെ ഭാഗത്ത് ഒക്കെ നമുക്കിത് ഫീൽ ചെയ്യാം. പലരും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ, ചേച്ചി അടിവേറിൻ്റെ താഴെയായിട്ട് മിടിപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് കുഞ്ഞിൻ്റെ അനക്കമാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ. അനക്കമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും, പക്ഷേ ഇത് അനക്കമല്ല കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്താണ് കേട്ടോ. കാരണം എംബ്രിയോ ഫോം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റും കൂടി പ്രിപ്പയർ ആകുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിക്കുള്ള ബ്ലഡ് ഫ്ലോ നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഫീൽ ചെയ്യാം. പിന്നെ നിങ്ങളുടെ നെക്കിൻ്റെ ഭാഗത്ത് കാർഡിയക് പൾസ് കിട്ടുന്ന നമുക്ക് ഒരു പൾസ്, കഴുത്തിൻ്റെ ഭാഗത്ത് പൾസ് കിട്ടുന്ന ഒരു പോർഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നെക്ക് പൾസ് എന്നിട്ട്. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ ഒരു ബീറ്റിംഗ് സെൻസേഷൻ നന്നായിട്ട് ഫീൽ ചെയ്യാം. പിന്നെ പെൽവിക്കിൻ്റെ ഭാഗത്തും വജൈനയുടെ ഭാഗത്തും ഈ ഒരു വ്യത്യാസം പലപ്പോഴും ഉണ്ടാകാറുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഈ അനുഭവപ്പെടുന്ന ബീറ്റിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണമായിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആയതിൻ്റെ മാത്രമാകാനായിട്ട് ചാൻസ് ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ അനക്കം നമുക്ക് ഫീൽ ചെയ്താലും എപ്പോൾ ഡോക്ടറെ കാണണം, ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴൊക്കെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അനക്കം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഫീൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് വേദനയോ ടൈറ്റ്നെസ്സോ എവിടെയെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ഒരു അനക്കം ഉണ്ടാകുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, വെപ്രാളം പോലെ നമുക്ക് ശ്വാസം എടുക്കാനായിട്ടൊക്കെ അസഹനീയമായിട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണണം. ഒപ്പം തലകറക്കവും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അനക്കം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തല കറങ്ങുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാനായിട്ട് തോന്നുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, ചിലപ്പോൾ ഒന്ന് വീഴാൻ പോകുന്നത് പോലെ പിടിച്ചു നിൽക്കേണ്ട സിറ്റുവേഷനൊക്കെ ചിലർക്കും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മളത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബീറ്റിങ് ഒരുപാട് നേരം കണ്ടിന്യൂ ചെയ്ത് പോകുക, അതായത് നമുക്ക് ഈ ഒരു ബീറ്റിംഗ് സെൻസേഷൻ പോലെ ശരീരത്തിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരമൊന്നും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഹാർഡ്ലി പോയി കഴിഞ്ഞാൽ ഒരു 1-2 സെക്കൻഡൊക്കെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ശരീരത്തിൽ ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ഈ ഒരു ബീറ്റിംഗ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് നേരം അല്ലെങ്കിൽ ഒരുപാട് മിനിറ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു ബീറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഈ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ബീറ്റിംഗ് സെൻസേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ബേബി മൂവ്മെൻറ്റ്സ് വളരെ കുറവായിട്ട് കിട്ടുന്നവരുണ്ട്. കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് ലാസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ ഒരു ലാസ്റ്റ് മന്തൊക്കെ എത്തുന്ന സമയത്ത് എന്തായാലും മൂവ്മെൻറ്റ്സ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം കുഞ്ഞിൻ്റെ പിന്നീട് അങ്ങോട്ടേക്ക് യൂട്രസ് എക്സ്പാൻഡ് ആവുന്നില്ല. അതുകൊണ്ട് ആ ഒരു സെൻസേഷനൊക്കെ നമുക്ക് ബീറ്റിംഗ് ഒക്കെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അനക്കമൊക്കെ കുറച്ചാണ് കിട്ടാറ്. എന്നാൽ നേരെ മറിച്ച് കുഞ്ഞ് നല്ല ആക്റ്റീവായിട്ടിരിക്കേണ്ട സമയങ്ങളിൽ നിങ്ങൾക്ക് അനക്കം വളരെയധികം കുറച്ചാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഈ ഒരു കാര്യം പറയണം. കുഞ്ഞിൻ്റെ സ്കാനൊക്കെ ചെയ്ത് നോക്കിയിട്ട് കുഞ്ഞ് ഹെൽത്തി ആണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഏറ്റവും ആദ്യം നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കൂടി വരാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ എംബ്രിയോനെ നറീഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 8 ഗ്ലാസ് ഒന്നും വെള്ളം കുടിച്ചാൽ പോരാ, 2.5-3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസേന കുടിക്കാനായിട്ട് നോക്കണം. അത് സൺസെറ്റിന് മുൻപ് തന്നെ കുടിച്ചു തീർക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഫ്രീക്വന്റ് യൂറിനേഷൻ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഉറങ്ങുന്ന സമയത്ത് ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്ത് നോക്കുക. അതായത് ഏതെങ്കിലും മലർന്ന് കിടക്കുന്ന സമയത്തോ ചരിഞ്ഞ് കിടക്കുന്ന സമയത്തോ ആണ് നിങ്ങൾക്കിത് കൂടുതലായിട്ട് ഉണ്ടാകുന്നതെങ്കിൽ പൊസിഷൻ ഒന്ന് അപ്പുറത്തെ സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്ക് പില്ലോസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കിടക്കുകയോ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കഫൈൻ്റെ ഇൻടേക്ക് കുറയ്ക്കുക. കോഫിയുടെ കഫൈൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സും എക്സസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുമ്പിട്ട് നിവർന്നൊക്കെ എഴുന്നേക്കുന്ന സമയത്തും പെട്ടെന്ന് ചാടി എഴുന്നേക്കാതെ പയ്യെ എഴുന്നേക്കാനായിട്ട് നോക്കുക. കുമ്പിട്ട് പെട്ടെന്നൊന്നും നിവരാതെ സ്ലോലി തന്നെ നിവരുക. അതുപോലെ നിലത്തിരുന്നിട്ട് എഴുന്നേക്കുന്ന സമയത്തും പയ്യെ എഴുന്നേക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെ കൂടുതലായിട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷണം കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും ശരീരം നല്ലതുപോലെ ശ്രദ്ധിച്ചോളുക. പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടാനായിട്ടുള്ള ചാൻസസും നിങ്ങൾക്ക് ഉണ്ട്. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകാത്ത, നമ്മൾ തന്നെ നെഗ്ലക്ട് ചെയ്ത് വിടുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണമാണിത്. അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോളുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.